ദില്ലി ജയ്പൂരിൽ ആശുപത്രിക്കുള്ളിൽ ഡോക്ടറെ വെടിവെച്ചു കൊന്നു. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. ചികിത്സയ്ക്കെത്തിയെന്ന പേരിൽ 16ഉം 17ഉം വയസ്സുള്ള 2 പേർ ഡോക്ടർ ജാവേദ് അക്തറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്നാണ് സംശയം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവം നടന്ന നിമ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യ തലസ്ഥാനത്ത് നിന്നും നടക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോസ്പിറ്റൽ കാണാം, നിമ ഹോസ്പിറ്റൽ എന്ന് കാണാം. ഈ ഹോസ്പിറ്റലിനുള്ളിൽ ഇന്ന് പുലർച്ചെ 1:30 ഇതിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ രോഗികളെന്ന് പറഞ്ഞ് എത്തിയ 2 കുട്ടികൾ, 16ഉം 17ഉം വയസ്സുള്ള 2 കുട്ടികൾ വെടിവെച്ചു കൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അത് നമുക്ക് കൂടുതൽ പ്രതികരണത്തിലേക്ക് പോയാൽ കൌൺസിലർ, ഇവിടുത്തെ കൌൺസിലർ നമുക്കൊപ്പം ചേരുന്നു. रात के 1 बजे की दुर्घटना है, तो रात को जो जावेद डॉक्टर हैं जो यहाँ पे डॉक्टर मरीजों को रात को चेक करते थे, तो पता चला है कि रात को 1 बजे कुछ लोग आए, अज्ञात लोग आए जो यहाँ के नहीं है, बाहर से लोग आए थे और उन्होंने आते नहीं, हमारी जो यहाँ एक नर्स बहन है उनसे कोई उनकी पुरानी बातचीत होगी, उनको कोई डिस्प्यूट पुराना होगा, तो उनको देख के जैसे वो अंदर बढ़े तो उन्होंने सीधा डॉक्टर जावेद को पूछा. ऑन द स्पॉट उनपे बहाना ये लगाया था कि हमें चेक कराना है और ऑन द स्पॉट उन्होंने गोली मार के डॉक्टर जावेद को ऑन द स्पॉट खत्म कर दिया. അതാണ് ഇന്നലെ രാത്രി 1:30 2 കുട്ടികൾ എത്തുന്നു. ചികിത്സിക്കണമെന്ന് പറഞ്ഞാണ്, കാലിൽ മുറിവുണ്ട് എന്ന് പറഞ്ഞാണ് എത്തുന്നത്. ആ മുറിവിൽ വെച്ചുകെട്ടിയ ശേഷം പിന്നീട് ഡോക്ടറെ കാണണമെന്ന് പറയുകയായിരുന്നു. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഡോക്ടറുടെ റൂമിലേക്ക് ഇവിടെയുള്ള ആശുപത്രിയിലെ ജീവനക്കാർ, ചെറിയൊരു ക്ലിനിക്കാണ്, ദില്ലിയിലെ ഘട്ട കോളനി എന്ന ജയ്പൂരിലുള്ള ഒരു ചെറിയൊരു ക്ലിനിക്കാണ്. ഇവിടെയുള്ള ഡോക്ടർ ജാവേദ്, 55 വയസ്സാണ് ഈ ഡോക്ടറുടെ പ്രായം. ഡോക്ടറുടെ മുറിയിലേക്ക് കടന്നു ചെന്നതിന് ശേഷം വെടി പൊട്ടുന്ന ഒച്ച കേട്ടാണ് ജീവനക്കാർ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ 50 വയസ്സുകാരൻ ഡോക്ടർ ജാവേദ് അക്തർ കൊല്ലപ്പെട്ട് കിടക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. തലയ്ക്ക് വെടിയേറ്റിരുന്നു. തലയ്ക്ക് വെടിയേറ്റതുകൂടി കാണുന്നു. രക്തമൊലിപ്പിച്ച് കിടന്നു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒപ്പം ഈ 2 കുട്ടികൾ, 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ കുട്ടികൾ ഓടിപ്പോകുന്ന കാഴ്ച കൂടിയുണ്ട്.